2025 ജനുവരി 15 അധിനിവേശ ഫലസ്തീനിലെ ഗസയിൽ വെടിനിർത്തൽ കരാറിനെ തുടർന്നൊരു ആഘോഷം നടക്കുകയാണ്. കൂട്ടം കൂടി നിന്ന് കൈകൾ കൊട്ടി ആഘോഷിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വിളിച്ചു പറയുന്നത് ഞങ്ങൾ മുഹമ്മദ് ദെയ്ഫിന്റെ ആളുകളാണ്, ഒരു പോരാട്ടത്തിലൂടെ അല്ലാതെ ഞങ്ങൾ കീഴടങ്ങില്ല. ഈ ആഘോഷം നടന്ന് 15 ദിവസം പിന്നിടുമ്പോഴാണ് അൽ ഖസാം ബ്രിഗേഡുകളുടെ സൈനിക വക്താവ് അബു ഉബൈദ ദെയ്ഫിന്റെ രക്തസാക്ഷിത്വം പ്രഖ്യാപിക്കുന്നത്. വീണുപോയ ഓരോ നേതാവിനും പകരം 1000 പേർ കൂടി ഉയർന്നു വരുന്നുവെന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് അബു ഉബൈദ പ്രസംഗത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അൽ ഖസാം ബ്രിഗേഡുകളുടെ നേതൃനിര ഒരിക്കലും ശൂന്യമായിട്ടില്ല, ഒരു മണിക്കൂർ നേരത്തേക്ക് പോലും. ഇസ്രായേലിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലെ ഒന്നാമൻ മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽ മസ്രി. ഒക്ടോബർ 7 നീണ്ട കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശബ്ദം പുറം ലോകം കേൾക്കുന്നത്. ഹമാസിന്റെ TV ചാനലായ അൽ അഖ്സ TVയിലൂടെ അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം എത്തിയപ്പോഴേ വലുതെന്തോ വരാനിരിക്കുന്നുവെന്ന് ഫലസ്തീനുകൾ ഉറപ്പിച്ചിരുന്നു. ലോകരാഷ്ട്രങ്ങൾ പാടി പുകഴ്ത്തിയ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി മൊസാദിനെ നടുക്കി അയൺ ഡോമുകൾ തുളച്ച് ഹമാസിന്റെ റോക്കറ്റുകൾ ഓരോന്നായി ഇസ്രയേലിന് മേൽ വീഴുന്നതിന് മുന്നോടിയായിരുന്നു അത്. മസ്ജിദുൽ അഖ്സയ്ക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്കും എല്ലാ അധിനിവേശത്തിനും അൽ അഖ്സ ഫ്ലഡിലൂടെ മറുപടി നൽകുമെന്ന മുഹമ്മദ് അൽ ദെയ്ഫിന്റെ അന്ത്യശാസനം. ദെയ്ഫിനെ വധിച്ചുവെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനങ്ങൾക്ക് 2 പതിറ്റാണ്ടോളം പഴക്കമുണ്ട്. ഓരോ തവണ ഇസ്രയേൽ പ്രഖ്യാപനം നടത്തുമ്പോഴും തൊട്ടടുത്ത നിമിഷം അത് പൊളിച്ചുകൊണ്ട് ഹമാസ് രംഗത്തെത്തും. ഇത്തവണ പക്ഷേ ഹമാസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മുഹമ്മദ് ദെയ്ഫ്, അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി മർവാൻ ഇസ, ഒപ്പം മറ്റ് 5 ഹമാസ് കമാൻഡർമാർ കൂടി രക്തസാക്ഷിത്വം വഹിച്ചു. ദെയ്ഫ് എവിടെ വെച്ചാണ്, എപ്പോഴാണ് കൊല്ലപ്പെട്ടതെന്ന് അടക്കമുള്ള വിവരങ്ങൾ ഹമാസ് പുറത്തുവിട്ടിട്ടില്ല. ഗസ മുൻപിൽ നടന്ന വംശഹത്യക്കിടെ ഇസ്രയേൽ അധിനിവേശ സേനയുമായി പോരാടുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചു. ഈ ഒരു കൊലപാതകം ഇസ്രയേലിന് നൽകിയ ആശ്വാസം ചെറുതല്ല. പക്ഷേ ഹമാസിന്റെ പതനം സ്വപ്നം കാണുന്ന ഇസ്രയേലിന് അത് യാഥാർത്ഥ്യമാക്കാൻ ഇനിയും എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നേക്കുമെന്നത് ചോദ്യമാണ്. ഓരോ നേതാവും പോകുന്നത് ഇസ്രയേൽ മെനഞ്ഞുണ്ടാക്കിയ ഓരോ നുണക്കഥകളും പൊളിച്ചുകൊണ്ടാണ്. ദെയ്ഫിന്റെ മരണത്തോടെ അങ്ങനെ കെട്ടിപ്പൊക്കിയ ഒരു നുണക്കഥ കൂടി പൊളിഞ്ഞു വീണിരുന്നു. അതിലേക്ക് വരുന്നതിന് മുൻപ് മുഹമ്മദ് ദെയ്ഫ് എന്ന ഇസ്സദീൻ അൽ ഖസാം ബ്രിഗേഡ്സ് തലവനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. 1965 ഗസ മുനവിലെ ഖാൻ യൂനിസ് അഭയാർത്ഥി ക്യാമ്പിലാണ് ജനനം. 1947 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടതായിരുന്നു മുഹമ്മദ് ദിയാബിന്റെ കുടുംബം. പട്ടിണിയില്ലാതെ കഴിയാൻ പാടുപെടുന്ന കാലമായിരുന്നു. കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി അവരെ പോറ്റാനായി സ്കൂൾ പഠനം താൽക്കാലികമായി അവസാനിപ്പിച്ചു. പിതാവിനൊപ്പം അപ്ഹോൾസ്റ്ററിയിൽ ജോലി ചെയ്യുകയും ഒരു ചെറിയ കോഴി ഫാം ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് 1988 അദ്ദേഹം വീണ്ടും പഠനത്തിലേക്ക് തിരിയുന്നത്. ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സയൻസിൽ ബിരുദം നേടി. യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അൽ അയുദ്ദീൻ എന്ന പേരിൽ ഒരു നാടക സംഘം സ്ഥാപിക്കുകയും ഹാസ്യ നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ 1987 ഫലസ്തീൻ നടത്തിയ 1ാം ഇന്തിഫാദയ്ക്ക് പിന്നാലെയാണ് ഹമാസ് രൂപീകൃതമാകുന്നത്. 87കളുടെ അവസാനത്തോടെ മുഹമ്മദ് ദിയാബും ഹമാസിൽ ചേരുന്നു. ഇതിനുശേഷമാണ് 88 പഠനം പൂർത്തിയാക്കാൻ തിരികെ സർവകലാശാലയിലേക്ക് എത്തുന്നത്. ദിയാബിന്റെ നാടകത്തിലുടനീളം ഇസ്രയേൽ അധിനിവേശവും ഫലസ്തീൻ അഭയാർത്ഥികളും ഒക്കെയായിരുന്നു. ചരിത്ര പുരുഷന്മാരുടേതടക്കം നിരവധി വേഷങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പഠനം പൂർത്തിയാക്കിയതിന്റെ തൊട്ടടുത്ത വർഷം 1989 ഇസ്രയേലിന്റെ പിടിയിലായ ഇദ്ദേഹം 16 മാസത്തോളം ജയിലിൽ കഴിഞ്ഞു. പുറത്തിറങ്ങിയ ശേഷവും ഹമാസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. നാടകങ്ങളിലൂടെയായിരുന്നു പ്രധാനമായും ആശയപ്രചാരണം. 1990 ഹമാസിന്റെ പ്രധാന ബോംബ് നിർമ്മാതാവും ഇസ്സദീൻ അൽ ഖസാം ബ്രിഗേഡിന്റെ വെസ്റ്റ് ബാങ്ക് ബറ്റാലിയൻ നേതാവുമായ യഹ്യ അയേഷിനും അദ്നാൻ അൽ ഖോളിനുമൊപ്പമാണ് ഇദ്ദേഹം ഹമാസിലേക്ക് മടങ്ങിയെത്തുന്നത്. ബോംബ് നിർമ്മാണത്തിന്റെ ആദ്യ പാഠങ്ങൾ അയേഷിനിൽ നിന്ന് ഇക്കാലയളവിൽ പഠിച്ചെടുക്കുന്നുണ്ട്. 1996 ഇസ്രായേൽ യഹ്യ അയേഷിനെ വധിച്ചതിന് പിന്നാലെ ദിയാബ് തന്റെ പ്രൊഫൈൽ ചുരുക്കുകയായിരുന്നു. അധികം പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയോ നേരിട്ട് പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. ഈ സമയത്താണ് മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽ മസ്രിക്ക് മുഹമ്മദ് അൽ ദെയ്ഫ് എന്ന വിളിപ്പേര് ലഭിക്കുന്നത്. ദെയ്ഫ് എന്നാൽ അറബിയിൽ സന്ദർശകൻ അല്ലെങ്കിൽ അതിഥി എന്നാണ് അർത്ഥം. ശത്രുക്കൾ ലക്ഷ്യമിടാതിരിക്കാനും അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അദ്ദേഹം സ്വീകരിച്ചത് ഒരു നാടോടി ശൈലിയായിരുന്നു. ഓരോ വീടുകൾ മാറി മാറിയാണ് താമസിച്ചിരുന്നത്. ഒരു സ്ഥലത്തും സ്ഥിരമായി തങ്ങിയിരുന്നില്ല. 1994 ഇസ്രായേൽ പ്രതിരോധ സേനയിലെ 3 സൈനികരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് പിന്നിൽ മുഹമ്മദ് ദെയ്ഫ് ആണെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതായിരുന്നു ഹമാസിൽ ദെയ്ഫ് ആധിപത്യം ഉറപ്പിക്കുന്നതിന്റെ തുടക്കം. 1996 ജാഫ റോഡ് ബസ് ബോംബിങ്ങുകൾ ഉൾപ്പെടെ 1990നും 2000നുമിടെ നിരവധി ചാവേർ ബോംബിംഗ് ആക്രമണങ്ങൾ അദ്ദേഹം ആസൂത്രണം ചെയ്തു. ഏതാണ്ട് 50ലേറെ ഇസ്രായേൽ പൗരന്മാരുടെ മരണത്തിൽ കലാശിച്ച ജെറുസലേമിലെയും അഷ്കലോണിലെയും ബസ് ബോംബാക്രമണം ആസൂത്രണം ചെയ്തത് യഹ്യ അയേഷിനും ദെയ്ഫും കൂടിയാണ്. പിന്നീട് 2002 ജൂലൈയിൽ 2ാം ഇന്തിഫാദ കാലത്ത് അൽ ഖസാം മേധാവി സലാ ഷഹാദെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെ ദെയ്ഫ് അൽ ഖസാം ബ്രിഗേഡുകളുടെ നേതൃത്വം ഏറ്റെടുത്തു.
ഖസാം ബ്രിഗേഡുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകുന്നത് ദെയ്ഫിന്റെ നേതൃത്വത്തിലാണ്. അമച്വർ സെല്ലുകളുടെ ഒരു കൂട്ടത്തിൽ നിന്ന് സംഘടിത സൈനിക യൂണിറ്റുകളാക്കി മാറ്റി ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടികൾക്ക് സൈന്യത്തെ പാകപ്പെടുത്തി. റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇസ്രായേലി പ്രദേശത്തെ ആക്രമിക്കുകയും ഇസ്രായേൽ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിക്കുകയും ചെയ്ത പദ്ധതികളുടെ പിന്നിൽ പ്രവർത്തിച്ച തല ദെയ്ഫിന്റേത് തന്നെയാണ്. അൽ ഖസാം ബ്രിഗേഡുകൾക്കുള്ളിൽ ഷാഡോ യൂണിറ്റ് ഉണ്ടാക്കിയതും ദെയ്ഫ് തന്നെയാണ്. ശത്രുബന്ദികളെ സംരക്ഷിക്കുക, അവരെ ഒളിപ്പിക്കുക, ബന്ദികളെ ശത്രുക്കൾ കണ്ടെത്തുന്നത് തടയുക എന്നിവയൊക്കെയായിരുന്നു ഷാഡോ യൂണിറ്റിന്റെ ഡ്യൂട്ടി. 2002 ഖസാം ബ്രിഗേഡിന്റെ നേതൃപദവിയിൽ ഹമാസിന്റെ തുരങ്കങ്ങളുടെ ശൃംഖല വികസിപ്പിച്ചത് ദെയ്ഫ് ആണെന്നാണ് കരുതുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മൊസാദിന്റെ കണ്ണിലെ കരടായി മാറുന്നുണ്ട് ദെയ്ഫ്. 2000 മെയ് മാസത്തിൽ ഇസ്രായേലിന്റെ അഭ്യർത്ഥന പ്രകാരം ഫലസ്തീൻ നാഷണൽ അതോറിറ്റി ദെയ്ഫിനെ അറസ്റ്റ് ചെയ്തെങ്കിലും ഡിസംബറിൽ തന്റെ ചില ഗാർഡുകളുടെ സഹായത്തോടെ അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. കൊടും കുറ്റവാളി പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിലയുറപ്പിച്ച ഇയാളുടെ ഫോട്ടോയിൽ റെഡിംഗ് പടർത്താൻ ഇസ്രായേൽ നടത്തിയ ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. ദെയ്ഫ് എവിടെയാണെന്ന് ഫലസ്തീനുകൾക്ക് തന്നെ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഗസയിലെ തുരങ്കങ്ങളിൽ എവിടെയോ അയാൾ ഒളിച്ചു കഴിയുകയാണെന്നാണ് പൊതുവെ കരുതിയിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് ദെയ്ഫിനെ കുറിച്ച് വളരെ പരിമിതമായ അറിവേ ഉള്ളൂ. പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു. പുറത്തു വന്നത് വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ്. ഈ ഫോട്ടോകളെല്ലാം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തേതുമാണ്. ഇപ്പോൾ 60 വയസ്സാണ് പ്രായം. 2024 ജനുവരിയിൽ ഒരു കൈയിൽ ഒരു കപ്പ് ജ്യൂസും മറുകൈയിൽ $US പിടിച്ചിരിക്കുന്ന ദെയ്ഫിന്റെ ഒരു ഫോട്ടോ IDF പുറത്തിറക്കിയിരുന്നു. ഹമാസിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ഒരു കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ ഫോട്ടോ കണ്ടെത്തിയത്. വാക്കിംഗ് ഗോസ്റ്റ്, സഞ്ചരിക്കുന്ന പ്രേതമെന്നും ദെയ്ഫിനൊരു വിളിപ്പേരുണ്ട്. ബഹുഭൂരിപക്ഷം ഫലസ്തീനുകൾക്കും ദെയ്ഫ് ഒരു പ്രേതത്തെ പോലെയാണെന്ന് ഗസയിലെ അൽ അസാദ് സർവകലാശാലയിലെ അധ്യാപകൻ അബു സാദ പറഞ്ഞതായി CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. 20കളിലെ 2 ചിത്രങ്ങളും മുഖം മറച്ച ഒരു ചിത്രവും മാത്രമാണ് ആളുകൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ പിടികിട്ടാത്ത സ്വഭാവക്കാരനായിരുന്നിട്ട് കൂടി ഇസ്രായേലിനെതിരായ കടുത്ത നിലപാടുകൾ കൊണ്ട് ഫലസ്തീനുകൾക്ക് ഏറെ പ്രിയപ്പെട്ട ആളായിരുന്നു ദെയ്ഫ്. നാടോടി നായകൻ എന്നും ദ മാസ്റ്റർ മൈൻഡ് എന്നുമൊക്കെ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചു പോന്നു. ദെയ്ഫിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ പ്രതിഷേധ മുദ്രാവാക്യങ്ങളിലും ഹമാസ് അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തുന്നുണ്ട്. അൽ ഖസാം ബ്രിഗേഡുകളുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് മുൻപ് 2001 ഒരു വ്യോമാക്രമണത്തിലൂടെയായിരുന്നു ദെയ്ഫിന് നേരെ ഇസ്രായേലിന്റെ ആദ്യ വധശ്രമം നടക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് ദെയ്ഫിനെ വകവരുത്താൻ മൊസാദ് 7 തവണ ശ്രമം നടത്തി. ഓരോ തവണയും അയാൾ മരണത്തിൽ നിന്ന് വഴുതി മാറി. ഇസ്രായേലിന്റെ 5 വ്യോമാക്രമണങ്ങളെ ദെയ്ഫ് അതിജീവിച്ചിട്ടുണ്ട്. 2002 സെപ്റ്റംബർ 27 ഇസ്രായേൽ വീണ്ടും ദെയ്ഫിന്റെ കാറിൽ ഇടിച്ചു കയറി കൊല്ലാൻ ശ്രമിച്ചു. അന്ന് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ദെയ്ഫിനെ ഒരാൾ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് കാണാം. തുടർന്ന് ദെയ്ഫിനെ കൊന്നതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചെങ്കിലും അധികം വൈകാതെ തന്നെ അത് തിരുത്തേണ്ടി വന്നു. അന്നത്തെ ആക്രമണത്തിൽ ഇടത് കണ്ണാണ് ദെയ്ഫിന് നഷ്ടമായത്. പിന്നീട് 2004 ഒക്ടോബർ 21 വീണ്ടും ഒരു വധശ്രമം. കൈപ്പത്തി അറ്റുപോയെങ്കിലും അതും അതിജീവിച്ചു. അന്നത്തെ ആക്രമണത്തിൽ കൂട്ടാളി അദ്നാൻ അൽഖോൾ കൊല്ലപ്പെട്ടിരുന്നു. 2006 ജൂലൈ 12 മുതിർന്ന ഹമാസ് നേതാക്കൾ യോഗം ചേർന്ന വീടിന് നേരെയും ഇസ്രായേൽ സേനയുടെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു. ആരും ബാക്കിയില്ലെന്ന് വിധി എഴുതുന്നതിനിടെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും ദെയ്ഫ് തിരിച്ചെത്തി. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് ശരീരം തളർന്ന ഇദ്ദേഹം കാലങ്ങളോളം വീൽചെയറിലായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സമയം അൽ ഖസാം ബ്രിഗേഡ്സിന്റെ മേധാവിത്വം അഹമ്മദ് ജബരി ഏറ്റെടുത്തു. 8 വർഷങ്ങൾക്ക് ശേഷം ദെയ്ഫിനെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ഒരു ശ്രമം നടത്തിയെങ്കിലും അതും വിഫലമായിരുന്നു. വ്യോമാക്രമണങ്ങളിലൂടെ ദെയ്ഫിന്റെ കുടുംബത്തിലെ നിരവധി അംഗങ്ങളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. 2014 ഓഗസ്റ്റ് 19 നടന്ന ആക്രമണത്തിൽ ദെയ്ഫിന്റെ 2ാം ഭാര്യ വിദാദ് അസ്ഫൗറയും 3 വയസ്സുള്ള മകൾ സേറയും 7 മാസം പ്രായമുള്ള മകൻ അലിയും കൊല്ലപ്പെട്ടിരുന്നു. ഇവരെ ഖബറടക്കിയപ്പോൾ പോലും ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ദെയ്ഫിനന്ന് കഴിഞ്ഞിരുന്നില്ല. പിന്നാലെ 2015 ഏപ്രിലിൽ നടന്ന വധശ്രമത്തിൽ നിന്നും ദെയ്ഫ് രക്ഷപ്പെട്ടു. ഏറ്റവും ഒടുവിൽ വധശ്രമം നടന്നത് 2021 ഓപ്പറേഷൻ ഗാർഡിയൻ ഓഫ് വോൾസ് എന്ന് പേരിട്ട ദൗത്യത്തിലൂടെയാണ് ഇസ്രായേൽ സൈന്യം ദെയ്ഫിനെ ലക്ഷ്യമിട്ടിറങ്ങിയത്. 11 ദിവസത്തിനിടെ 2 തവണ ദെയ്ഫിന് നേരെ വധശ്രമം നടത്തിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. 2001 2021 ഇടയിൽ ഇസ്രായേൽ സൈന്യം ദെയ്ഫിന് നേരെ 7 വധശ്രമങ്ങളാണ് നടത്തിയത്. കണ്ണ് നഷ്ടപ്പെട്ടു, കൈപ്പത്തിയറ്റു, ശരീരം തളർന്നു. എന്നിട്ടും ഇസ്രായേലിന് തീരാത്ത തലവേദനയായി ദെയ്ഫ് ജീവനോടെ തിരിച്ചു വന്നു. വീണ്ടും ഇസ്രായേലിനെതിരെ പോരാടി. ഇതോടെ ദെയ്ഫിന് വീണ ഓമനപ്പേരാണ് ദ ക്യാറ്റ് വിത്ത് 9 ലൈഫ്സ്. 2009 അമേരിക്ക ദെയ്ഫിനെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇയാളുടെ ഒളിത്താവളം കണ്ടുപിടിക്കാൻ പഠിച്ച പണി 18 നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. 2015 സെപ്റ്റംബറിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ദെയ്ഫിനെയും മറ്റ് 3 ഹമാസ് നേതാക്കളെയും പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. 2023 ഡിസംബറിൽ യൂറോപ്യൻ യൂണിയൻ അദ്ദേഹത്തെ അവരുടെ ഭീകരരുടെ കരിമ്പട്ടികയിലും ചേർത്തിരുന്നു. പിടികിട്ടാപ്പുള്ളിയെ തിരഞ്ഞ് ഇന്റലിജൻസ് സംഘം 4 പാടും അന്വേഷണം തുടരുന്നതിനിടെയാണ് ഞെട്ടിപ്പിച്ച ആ സംഭവം ഉണ്ടാകുന്നത്. 2 നൂറ്റാണ്ടിലേറെ പുകഞ്ഞുകൊണ്ടിരുന്ന കനലുകൾ ആളിക്കത്തിയ ദിവസമായിരുന്നു 2023 ഒക്ടോബർ 7. അയൺഡോമിനെ തുളച്ച് ഹമാസ് തൊടുത്തുവിട്ട റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് എത്തി.
മണിക്കൂറുകൾക്ക് ശേഷം ദെയ്ഫിന്റെ ശബ്ദത്തിലൂടെ ഹമാസിന്റെ യുദ്ധപ്രഖ്യാപനം. റമദാനിൽ മസ്ജിദുൽ അക്സയിലേക്ക് കടന്നു കയറിയതിന് ഇസ്രായേലിന് നൽകുന്ന മറുപടി. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. ഒരു സാൽവോ റോക്കറ്റ് ആക്രമണം. ഒരേ സമയം നിരവധി റോക്കറ്റുകൾ തൊടുത്തുകൊണ്ടായിരുന്നു അയൺ ഡോമിനെ കീഴടക്കിയ ഹമാസിന്റെ ആ ആക്രമണം. ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തുന്നത് അയൺ ഡോം സംവിധാനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി. ഹമാസ് അവരുടെ തന്ത്രത്തിൽ വിജയിച്ചു. അയൺ ഡോമിനെ ചെറുക്കാനുള്ള കെൽപ്പ് ഹമാസിന്റെ റോക്കറ്റുകൾക്ക് നൽകിയതിന് പിന്നിലെ ആസൂത്രകൻ ദെയ്ഫ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേലിന്റെ 9/11 എന്നായിരുന്നു ഈ ആക്രമണത്തെ പിന്നീട് ഇസ്രായേൽ തന്നെ വിശേഷിപ്പിച്ചത്. ന്യൂയോർക്കിലെ വ്യാപാര സമുച്ചയങ്ങൾക്ക് നേരെ അൽ ഖ്വയ്ദ നടത്തിയ ഭീകരാക്രമണവുമായി ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തെ ഇസ്രായേൽ താരതമ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒസാമ ബിൻ ലാദന്റെ വേഷമാണ് ദെയ്ഫിന്. എങ്ങനെയെങ്കിലും തിരിച്ചടിക്കണമെന്ന ഇസ്രായേലിന്റെ ചിന്ത പക്ഷേ ഗസയിലെ സാധാരണക്കാരുടെ കൂട്ടക്കൊലയിലേക്കാണ് പിന്നീട് നയിച്ചത്. ഹമാസ് നേതാക്കളെ തിരഞ്ഞുപിടിച്ച് കൊല്ലാനുള്ള ആവേശത്തിലായിരുന്നു ഇസ്രായേൽ. യഹ്യ സിൻവാർ കൊല്ലപ്പെട്ട വാർത്ത ഹമാസ് സ്ഥിരീകരിക്കുമ്പോഴും മുഹമ്മദ് ദെയ്ഫ് കാണാമറയത്ത് തന്നെയായിരുന്നു. ഒടുവിൽ ആ ലക്ഷ്യത്തിലേക്കും ഇസ്രായേൽ എത്തി. 2024 ജൂലൈ 13 തെക്കൻ ഗസ മുനമ്പിലെ ഖാൻ യൂനിസിലെ അൽ മവാസിയിൽ നടന്ന ഒരു ഇസ്രായേലി ആക്രമണത്തിൽ മുഹമ്മദ് ദെയ്ഫും കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആക്രമണത്തിൽ കുറഞ്ഞത് 90 ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ദെയ്ഫിന്റെ കൂട്ടാളികളിൽ ഒരാളും ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരനുമായ ഖാൻ യൂനിസ് ബ്രിഗേഡ് കമാൻഡർ റാഫ സലാമ മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് IDF റിപ്പോർട്ട് പുറത്തുവിട്ടു. ദെയ്ഫും കൊല്ലപ്പെട്ടെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ IDFന് കഴിഞ്ഞിരുന്നില്ല. ദെയ്ഫിൻ്റേതെന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹം സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തെങ്കിലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായിരുന്നു. 2024 ഓഗസ്റ്റ് 1 ജൂലൈ 13 ആക്രമണത്തിൽ ദെയ്ഫ് മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചതായി IDF പ്രഖ്യാപിച്ചു. IDF സ്ഥിരീകരണം പ്രഖ്യാപിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടും ദെയ്ഫ് കൊല്ലപ്പെട്ടെന്ന വാർത്ത ഹമാസ് നിഷേധിക്കുകയായിരുന്നു. ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒസാമ ഹംദാൻ അസോസിയേറ്റഡ് പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ദെയ്ഫ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഒക്ടോബറിൽ യഹ്യ സിൻവാറിന്റെ മരണം സ്ഥിരീകരിച്ചപ്പോഴും ദെയ്ഫിന്റെ മരണം സംബന്ധിച്ചോ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചോ ഒരക്ഷരം പോലും ഹമാസ് പുറത്തുവിട്ടിരുന്നില്ല. നവംബർ 1 ലണ്ടൻ ആസ്ഥാനമായുള്ള സൗദി പത്രമായ അഷാർക്ക് അൽ ഔസത്ത് ദെയ്ഫിന്റെ മരണം ഹമാസ് സ്വകാര്യമായി അംഗീകരിച്ചതായി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഈ പത്ര റിപ്പോർട്ടും ഹമാസ് നിരുപാധികം തള്ളിക്കളഞ്ഞു. ഇതിനിടെ 2024 നവംബർ 21 ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമൊപ്പം മുഹമ്മദ് ദെയ്ഫിനെതിരെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. മരണം സ്ഥിരീകരിച്ചാൽ അറസ്റ്റ് വാറന്റ് പിൻവലിക്കുമെന്നും കോടതി അറിയിച്ചിരുന്നു. പിന്നാലെ 2024 ഡിസംബർ 4 ഇസ്രായേലി വാർത്താ ചാനലായ കാൻ 11 ഹമാസ് ദെയ്ഫിന്റെ മൃതദേഹം കണ്ടെത്തി എവിടെയോ രഹസ്യമായി കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട് ചെയ്തു. തങ്ങളുടെ പോരാളികളുടെ മനോവീര്യം കുറയുമെന്ന് കരുതിയാണ് ഹമാസ് രഹസ്യം പാലിച്ചതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ഇസ്രായേൽ അദ്ദേഹത്തിന്റെ ശവക്കുഴിയുടെ സ്ഥാനം കണ്ടെത്തിയാൽ IDF അത് കുഴിച്ച് മൃതദേഹം ബന്ദി ഇടപാടിൽ വിലപേശൽ ചിപ്പായി ഉപയോഗിക്കുമെന്ന ഭയവും ഹമാസിനുണ്ടായിരുന്നുവെന്നും ഇസ്രായേൽ ചാനൽ പറയുന്നുണ്ട്. ഒടുവിൽ 2025 ജനുവരി 30 അബൂ ഉബൈദ വഴി മുഹമ്മദ് ദെയ്ഫും മറ്റ് 6 മുതിർന്ന ഹമാസ് കമാൻഡർമാരും കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചു. ഒപ്പം ദെയ്ഫിന്റെ ഒരു ഫോട്ടോയും ഹമാസ് ഔദ്യോഗികമായി പുറത്തിറക്കിയിരുന്നു. അദ്ദേഹം എപ്പോഴാണ് കൊല്ലപ്പെട്ടതെന്നോ എവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നതെന്നോ അടക്കമുള്ള കാര്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിട്ടില്ല. ദെയ്ഫിന്റെ മരണം നൽകുന്ന ആശ്വാസം ഇസ്രായേലിന് ചെറുതല്ലെങ്കിലും മുന്നിൽ വെല്ലുവിളികൾ ഏറെയായിരുന്നു. അതേ മനോവീര്യം ഒട്ടും ചോർന്നു പോകാതെ മറ്റുള്ളവർക്ക് പകർന്നു നൽകിയിട്ടാണ് ഓരോ കമാൻഡർമാരും പോകുന്നതെന്നായിരുന്നു അബൂ ഉബൈദയുടെ പ്രസ്താവന. പ്രതിരോധത്തിന്റെ പാത തുടരുന്ന സ്വതന്ത്രരായ ജനങ്ങളുടെ ഒരു പ്രതീകമായി രക്തസാക്ഷി ദെയ്ഫ് തുടരുമെന്ന് ഹിസ്ബുള്ളയും പറഞ്ഞു. ദെയ്ഫിന്റെ മരണം ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ സംഭവിച്ചതാണെന്ന് ഹമാസ് അംഗീകരിക്കുന്നില്ല. ഫലസ്തീൻ നേതാക്കളെ കൊന്നതായി ഇസ്രായേൽ വ്യാജമായി അവകാശപ്പെടുന്നത് ഇതാദ്യമല്ല. നടത്തിയ കൂട്ടക്കൊലയുടെ വ്യാപ്തി മറക്കാൻ മാത്രമാണ് ഈ നുണകൾ സഹായിക്കുന്നതെന്നായിരുന്നു ഹമാസിന്റെ വാദം. ദെയ്ഫിന്റെ മരണത്തോടെ ഇസ്രായേലിന്റെ മറ്റൊരു നുണപ്രചാരണം കൂടിയാണ് കെട്ടഴിഞ്ഞു വീഴുന്നത്. ഫലസ്തീനിലെ സാധാരണക്കാർ രക്തം വാർന്നു മരിക്കുമ്പോൾ ഹമാസ് നേതാക്കളും അവരുടെ കുടുംബങ്ങളും വിദേശത്തും ബങ്കറുകളിലും സുഖജീവിതം നയിക്കുകയാണെന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദെയ്ഫിന്റെ കുടുംബത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അതിനൊരു അവസാനമായിരിക്കുന്നു. ഗസ നഗരത്തിന് കിഴക്കുള്ള പകുതിയോളം തകർന്നടിഞ്ഞ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലാണ് ദെയ്ഫിന്റെ ആദ്യ ഭാര്യ ഗദീർ ഷിയാമും മക്കളും അഭയം തേടിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ഫലസ്തീനുകളെ പോലെ നിരന്തരമായ ബോംബാക്രമണങ്ങളെ അതിജീവിച്ച് പട്ടിണിയും ദാരിദ്ര്യവും കാരണം പൊറുതിമുട്ടിയ ഒരു സാധാരണ കുടുംബം. ഫലസ്തീൻ നേതാക്കളുടെ പ്രതിച്ഛായ തകർക്കാനാണ് ആഡംബര ജീവിതം നയിക്കുന്നുവെന്ന പ്രചാരണം ഇസ്രായേൽ അഴിച്ചുവിടുന്നതെന്ന് ദെയ്ഫിന്റെ കുടുംബം പറയുന്നു. മറ്റ് ഫലസ്തീനുകളിൽ നിന്ന് യാതൊരു വ്യത്യാസവും തങ്ങൾക്കില്ലെന്നും പറയുന്നുണ്ട് ഈ കുടുംബം. ദെയ്ഫ് ഒരിക്കലും തന്റെ ജനങ്ങളിൽ നിന്ന് അകന്നു നിന്നിരുന്നില്ല. രക്തസാക്ഷിയാകുന്നതുവരെ ചെറുത്തു നിന്നു. ഒക്ടോബർ 6 പിതാവിനെ ഖാലിദ് അവസാനമായി കാണുന്നത്. ഖുർആൻ മനഃപ്പാഠമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു.
രക്തസാക്ഷിത്വം അവസാനമല്ല, മറിച്ച് ഒരു പുതിയ യാത്രയുടെ തുടക്കമാണെന്ന് പിതാവ് ഞങ്ങളെ പഠിപ്പിച്ചെന്നും ഖാലിദ് പറയുന്നുണ്ട്. ദെയ്ഫിന്റെ പദവി ഉണ്ടായിരുന്നിട്ടും കുടുംബം എന്തുകൊണ്ടാണ് അഭയകേന്ദ്രങ്ങളിൽ തുടരുന്നതെന്ന് ചോദിച്ചപ്പോൾ യുദ്ധത്തിന് മുൻപും ശേഷവുമുള്ള തങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് ഈ കാണുന്നതെന്ന് അഭയാർത്ഥി ഷെൽട്ടറിൽ ഇരുന്നു കൊണ്ട് ഗദീർ സിയാം മറുപടി പറഞ്ഞു. ബറ്റാലിയനുകളിലെ ഏതൊരു സൈനികനെയും പോലെയാണ് ദെയ്ഫ് ജീവിച്ചതെന്നും അവർ പറയുന്നു. ശരീരം കൊണ്ട് അകലെ ആയിരുന്നെങ്കിലും അദ്ദേഹം എപ്പോഴും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നെന്ന് ദെയ്ഫിന്റെ മകൾ ഹലീമയും പറയുന്നുണ്ട്. ഒടുവിൽ കുടുംബം അവസാനിപ്പിക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യാതെയും പതറാതെയും തന്റെ നാടിന്റെ വിമോചനത്തിനായി ജീവിതം സമർപ്പിച്ച ഒരു അസാധാരണ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേര് ഫലസ്തീൻ ജനതയുടെ ഓർമ്മയിൽ മായാതെ നിൽക്കുന്നു എന്നാണ്. ഹമാസിനെ തകർക്കാനുള്ള പ്രക്രിയയിലെ സുപ്രധാന നാഴികക്കല്ലാണെന്നാണ് ദെയ്ഫിന്റെ കൊലയിൽ ഇസ്രായേൽ പ്രതികരിച്ചത്. ദെയ്ഫിന്റെ കൊലയ്ക്ക് ശേഷം ഹമാസിന്റെ അവസാനം മുൻപത്തേക്കാൾ അടുത്തെന്നും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞിരുന്നു. എന്നാൽ ഹമാസിന്റെ ഭാഗം മറ്റൊന്നാണ്. ദെയ്ഫ് ഒരു അവസാനമല്ല, തുടക്കമാണ്. അബൂ ഉബൈദയുടെ വാക്കുകളെ ഇസ്രായേൽ എങ്ങനെയാണ് പ്രതിരോധിക്കുക? വീണുപോയ ഓരോ നേതാവിനും പകരം 1000 പേർ കൂടി ഉയർന്നു വരുന്നുവെന്ന് ഹമാസും നശിപ്പിക്കാതെ വിശ്രമമില്ലെന്ന് ഇസ്രായേലും. ഇതിനിടെ ഇനി എത്ര സാധാരണക്കാരുടെയും ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളുടെയും രക്തം വീഴേണ്ടിയിരിക്കുന്നു.